സജി ചെങ്ങത്ത് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എങ്ങനെയാണ് കക്കിരി കിയ വിളയിച്ചെടുക്കുന്നതിനെ പറ്റി നമുക്ക് ഇന്ന് കക്കിരിയുടെ കൃഷിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കക്കിരി എങ്ങനെ നടും? ഇപ്പോൾ നമുക്കറിയാം വേനൽക്കാലത്ത് കക്കിരിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനൊപ്പം നമുക്ക് ഉന്മേഷയിൽ എപ്പോഴും വേണ്ട സാധനമാണ് കക്കിരി. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ ഏരി പോലെ കളച്ച് ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ ചാണകപ്പൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നല്ല വൃത്തി ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ കക്കിരി നടുന്നത്. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ടതാണ്. ഇപ്പം നമ്മൾ കുറച്ച് ആട്ടിൻകാഷ്ടം ഇതിൻ്റെ മുകളിൽ നമ്മൾ തൂഴുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടി കൂടി നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പും പിണ്ണാക്കോട് കൂടി ഇടുന്നു. ഓൾറെഡി വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതേപോലെ പാക്കറ്റിൽ കിട്ടുന്ന വിത്ത് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് നട്ടാൽ മതി. ഒരു കാരണവശാലും നമ്മൾ മുളപ്പിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ കാരണം ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പം നമ്മൾ ഈ വിത്ത് എടുത്തിട്ട് ഇതുണ്ടോ അവിടെ കുഞ്ഞ ഒരു ഗ്യാപ്പ് ഇട്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇത് നടുന്നു. അതേപോലെ തന്നെ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്ത്, കാരണം വെച്ചാൽ ഇത് ഈ പടരുന്നല്ല, ഇത് മുകളിലേക്ക് പോകുന്നത് ആയതിനാൽ അപ്പം നമുക്ക് ഇത് ഇച്ചിരി ചുവട് കുറച്ച് അടുപ്പ് നിന്നാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ചിലർ എന്നോട് പറയാറുണ്ട് വിത്ത് മുളയ്ക്കാറില്ല. കാരണം വിത്ത് മുളയ്ക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വിത്ത് നിങ്ങൾ ഇട്ടിട്ട് ഒരുപാട് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള പൊന്തി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വിത്ത് മുളയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് പരിശ്രമിച്ച് നോക്കുക. നമുക്ക് ഈ വിഷമില്ലാത്തത് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് പരീക്ഷ നോക്കും കേട്ടോ. നമ്മുടെ ഈ സാലഡ് കുക്കുമ്പർ നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലായതിനാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ പോലും നമുക്ക് 45-ാമത്തെ ദിവസം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചെടിയെ പറമ്പിൽ നട്ടിട്ടുള്ളൂ. എല്ലാ ചെടികളും നല്ല മുളയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഉണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ പറിക്കേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് ഇത് ഓരോ മുട്ടിനും ഇത് കണ്ടോ, ഇത് കേടായി പോയതാണ്. കാരണം കേടാവുകയെന്ന് പറഞ്ഞാൽ ഈ വെയിലിൻ്റെ അതികഠിനമായ വെയിലായതിനാൽ ഇത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ധാരാളം ഒരു മുട്ടിൽ 3, 4, 5 വെച്ച് നമുക്ക് ധാരാളം ഇത് സാലഡ് കുക്കുമ്പോൾ നമുക്കുണ്ടാകും. ഇപ്പോൾ ഇത് ഒരെണ്ണം എങ്ങനെ വന്നാലും 250 ഗ്രാമിന് മേലെ ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ തൂക്കാനുള്ള മെഷീനൊന്നുമില്ല. ഇത് ശരിക്കും 45-ാമത്തെ ദിവസം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്തിരിക്കണം. കാരണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കേടായി പോകും. മാത്രമല്ല ഇതിന് നമ്മൾ ഈ ചൂട് കാരണമാണ് ഇതൊക്കെ ചെറുതായി പോകുന്നത്. ഇതുണ്ടോ, ഈ അറ്റമൊക്കെ ഇല്ല ഇങ്ങനായി പോകുന്നത്. ഇതേപോലെ വലിപ്പത്തിൽ പറഞ്ഞിട്ടാണ് ഇത്. കാരണം ഇതിനകത്ത് 90%, ശരിക്കും പറഞ്ഞാൽ 95% നമുക്ക് വെള്ളമാണ് ഇതിനകത്ത് വേണ്ടത്. ഇതിന് വേണ്ടത് രാവിലെയും വൈകിട്ടും ആണ് നനയ്ക്കേണ്ടത്. എനിക്ക് രാവിലെ നനയ്ക്കാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ നനയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവർക്കും അവരുടെ വീടുകളിൽ ഏത് കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം, ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ ഓരോ മുട്ടിനും ഇത് ഇവിടെ കായ്ച്ചിരിക്കുന്നു, ഇവിടെ താഴെ കായ്ച്ചിരിക്കുന്നു, ഈ സൈഡിൽ കായ്ച്ചിരിക്കുന്നു, ഇവിടെയുണ്ട്, ഈ ഓരോ മുട്ടിനും ഇത് 2, 3, 4 കായ വെച്ച് കായ്ക്കുവാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഭയങ്കര ചൂടായതിനാൽ ഇതിൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ പല ഭാഗത്തെ സാധനങ്ങൾ കേടായി പോവാം. ഇത് ഒരു കേടായ ഒരു ഇത് കണ്ടോ, ഇപ്പോഴത്തെ ഭാഗത്തുണ്ടോ ഇത് കേടായി കണ്ടോ. കാരണം വെച്ചാൽ വെള്ളം ആവശ്യത്തിലേക്ക് വരുന്നില്ല, അല്ലാതെ മറ്റ് കീടങ്ങളുടെ ഇതല്ല. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാണ്. രാവിലെയും വൈകിട്ടും ശരിക്കും വെള്ളം നനച്ചാൽ മാത്രമേ നമുക്ക് ഇത് വളരെ ഭംഗിയായിട്ട് ഇതാവുള്ളൂ. അപ്പോൾ എൻ്റെ സ്നേഹിതർ, നമുക്ക് വിഷമില്ലാത്ത
സാലഡ് കുക്കുമ്പർ ഇത് കിയാർ എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും വിദേശത്ത് നിന്ന് അറബി നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിത്താണിത്. അപ്പോൾ ഈ കിയാർ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുക. നമുക്ക് ഇത് പച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാലഡായിട്ട് കഴിക്കാം. അത് കണക്ക് വിഷമില്ലാത്തൊരു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. വളരെ ഇത് ഗ്രോ ബാഗ് ഇഷ്ടംപോലെ നടാനാണ്. എനിക്ക് ഗ്രോ ബാഗുണ്ട്, ഗ്രോ ബാഗ് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മറ്റൊരു ദിവസം ഞാൻ ഇതാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ഇത് വളപ്രയോഗം എന്ന് പറഞ്ഞ് ഞാൻ നടുമ്പോൾ തന്നെ വേപ്പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടി ഇട്ടാണ്, ആട്ടും കാശൊക്കെ ഇട്ടാണ് ഞാൻ നട്ടത്. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഗോമൂത്രവും പച്ചച്ചാണകവും കൂടി കലക്കി ഒഴിച്ച് അതിന് മുകളിൽ അല്പം മണ്ണിടും. അങ്ങനെ ഓരോ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ ഗോമൂത്രം ഒഴിക്കും. വേറെ ഒരു വളപ്രയോഗം ഇതിന് നടത്തിയിട്ടില്ല. ഇത് കീടബാധിതകൾ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. വന്നാൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ കീടബാധിത വരാത്തതിനാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ശരിക്കും നനയ്ക്കുമ്പോൾ ഇല മുഴുവൻ നനയത്തക്ക രീതിയിൽ ഇലയുടെ മുകൾ ഭാഗവും ഇലയുടെ അടിഭാഗം നനയത്തക്ക രീതിയിൽ നനയ്ക്കണം. ഈ സമയം ഈ ഏപ്രിൽ അവസാനമാകുന്നു, മെയ് മാസത്തിലൊക്കെ ഈ സാലഡ് കുക്കുമ്പോൾ നമുക്ക് നടാൻ പറ്റുന്നതാണ്. 45-ാമത്തെ ദിവസം നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒരു സാലഡ് കുക്കുമ്പോൾ ഉണ്ടെങ്കിൽ തന്നെ 250 ഗ്രാമായി. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ സാലഡ് കുക്കുമ്പോൾ നടുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതിന് വരെ എല്ലാവർക്കും ഹായ്, താങ്ക് യു.